ഹായ്, ഞാൻ പി ഒ ദേവസി, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഏജൻറ് കം ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ. കഴിഞ്ഞ 46 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നവജീവൻ ശ്രീ ടേബിൾ നമ്പർ 912 ഈ പ്ലാനിനെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. വളരെയധികം ആകർഷകമായ ഒരു പ്ലാനാണ് ഇത്. ഗ്യാരണ്ടീഡ് അഡീഷൻ ഈ പോളിസിക്ക് നമുക്ക് കിട്ടും. ഗ്യാരണ്ടീഡ് അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിസി ചേരുമ്പോൾ ഉള്ള എത്ര എമൗണ്ട് കോർപ്പറേഷൻ തരാമെന്ന് പറയുന്ന എമൗണ്ട് പോളിസിയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ലഭിക്കും. അതായത് യാതൊരുവിധ തുകയ്ക്ക് വ്യത്യാസം വരില്ല. ഗ്യാരണ്ടി ആയിട്ട് പോളിസി വട്ടെത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ പറയുന്ന എമൗണ്ട് കിട്ടും. പിന്നെ ഈ പോളിസിയിൽ ചേരാനായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 30 ദിവസമാണ്. മാക്സിമം ഇതിനകത്ത് ചേരാനുള്ള പ്രായം 60 വയസ്സാണ്. മിനിമം 5 ലക്ഷം രൂപയുടെ പോളിസിയെങ്കിലും എടുക്കണം. മാക്സിമം നമ്മുടെ വരുമാനത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. ഇത് ലിമിറ്റഡ് പേയ്മെൻറ്റ് പോളിസിയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു 20 വർഷത്തേക്ക് പോളിസി എടുക്കണമെങ്കിൽ 20 വർഷം വരെയും നമ്മൾ പ്രീമിയം അടയ്ക്കേണ്ട. അതിനുള്ളൊരു 4 തരത്തിലുള്ള ടേമുണ്ട്. ആ ടേം അനുസരിച്ച് നമ്മൾ എടുത്ത് വെച്ചാൽ മതി. 6 പ്രീമിയം അടച്ചു വെച്ചാൽ മതി. 6 വർഷം, 8 വർഷം, 10 വർഷം, 12 വർഷം ഈ ടേമുകളിൽ ഉള്ള പീരീഡിൽ നമ്മൾ പ്രീമിയം അടച്ചു വെച്ചാൽ മതി. പോളിസി മെച്യൂരിറ്റി ആവണ വരെയും പൈസ അടയ്ക്കില്ല. അപ്പോൾ ഈ പോളിസിയുടെ ടേം അനുസരിച്ച് നമ്മൾ ഈ 6, 8, 10, 12 എന്നുള്ളത് വേരിയേഷൻ വരും. അത് നമുക്ക് ചോയ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് പോളിസിയുടെ പോളിസി ടേം 10 വർഷം മുതൽ 20 വർഷം വരെയാണ്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഈ പോളിസിയിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നത് ആനുവൽ പ്രീമിയത്തിൻ്റെ 7 ടൈംസ് ഓർ 10 ടൈംസ്. ഒരു വർഷം അടയ്ക്കുന്ന GST ഒഴിവാക്കി ഇൻഷുറൻസ് പ്രീമിയം മാത്രമായിട്ട് അടയ്ക്കുന്നതിൻ്റെ 7 ഇരട്ടിയോ അഥവാ 10 ഇരട്ടിയോ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അതിൻ്റെ പോളിസിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഈ പോളിസിയിൽ നമുക്ക് ലോൺ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. 1 വർഷത്തിന് ശേഷം നമുക്ക് ലോൺ എടുക്കാം. അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് വാങ്ങിക്കണമെങ്കിലും 1 വർഷത്തിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്ത് മേടിക്കാം. പിന്നെ ഈ പോളിസിയിൽ നിന്ന് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് എല്ലാം കിട്ടും. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും. മെച്യൂരിറ്റിയിലും നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വിപണിയിൽ, അതായത് ഷെയർ മാർക്കറ്റിൽ ഉള്ള ലാഭനഷ്ടങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. കോർപ്പറേഷൻ ഇന്ന് തരാം എന്ന് പറയുന്ന എമൗണ്ട് പോളിസി വട്ടെത്തുന്ന സമയത്ത് നമുക്ക് തരും. കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഇൻഷുറൻസ് കമ്പനികളിൽ 2024 വർഷത്തിൽ 3-ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തം കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ, എല്ലാ മേഖലയിലുള്ള കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ, അയൺ ഇൻഡസ്ട്രി അങ്ങനെയുള്ള എല്ലാ വ്യവസായങ്ങളും വെച്ച് നോക്കുമ്പോൾ, കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ LICയുടെ സ്ഥാനം 4-ാം സ്ഥാനത്താണ്. അതേസമയം ഇൻഷുറൻസ് സെക്ടറിൽ LIC 1-ാം സ്ഥാനത്താണ്. ഒരു പൊതുമേഖലാ സ്ഥാപനമായ ഈ സ്ഥാപനം കഴിഞ്ഞ 69 വർഷമായിട്ട് തുടർച്ചയായി ലാഭം നേടിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള നഷ്ടത്തിൻ്റെ ഒരു വാക്ക് LICയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ പോളിസി ഉടമകൾ, സംതൃപ്തമായ പോളിസി ഉടമകൾ, ഇന്ത്യ വിട്ടേക്ക് ബ്രാഞ്ചുകൾ, ഇന്ത്യ വിട്ടേക്ക് ഏജൻറ്റുമാർ, വളരെയധികം ബൃഹത്തായ ഒരു ശൃംഖലയുള്ള ഒരു സ്ഥാപനമാണ്. ഒരു അഴിമതി ഇല്ലാത്ത, അഴിമതി വിമുക്തമായ, അഴിമതി രഹിതമായ ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സേവനങ്ങളെപ്പറ്റി ലോകോത്തര നിലവാരത്തിലുള്ള ധാരാളം അംഗീകാരങ്ങൾ കിട്ടിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇത്രയും ലോകപ്രസിദ്ധമായ ഒരു സ്ഥാപനം നമുക്ക് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി നിക്ഷേപം ഇട്ട് നമ്മുടെ പൈസയും പോയി
മുതലില്ല, പലിശയില്ലാത്തൊക്കെ സാഹചര്യത്തിലേക്ക് പോകണേ. നമുക്ക് തന്നെ അറിയാവുന്നതാണ്. എത്രയോ വലിയ ബുദ്ധിരാക്ഷസന്മാരെന്ന് അഭിമാനിക്കുന്ന ആളുകൾ കൊണ്ടുവന്ന് ഈ നിക്ഷേപങ്ങൾ നടത്തി അത് അങ്ങനെ തന്നെ പോയി. മുതലില്ല, പലിശയില്ല, ഒന്നുമില്ല. എത്രയോ നമുക്ക് നാട്ടിൽ കാണാം. ഇത് കേരളത്തിൽ ഉടനീളം ഇന്ത്യയിലുണ്ട്, പക്ഷെ കൂടുതൽ കേരളത്തിലാണ്. ഏകദേശം ഒരു മാസത്തിൽ ഒരു കമ്പനിയെങ്കിലും പൊളിയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമുക്ക് പത്രം വായിക്കുമ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ്. മാസത്തിൽ ഒരു കമ്പനിയെങ്കിലും ഇന്ത്യയിൽ പൊളിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്നുള്ള അതിവ്യഗ്രത വരുമ്പോൾ നമ്മുടെ സാമാന്യ ബുദ്ധി പ്രവർത്തിക്കില്ല. പണത്തിൻ്റെ നമ്മൾ പെട്ടെന്ന് പണക്കാരനാവണമെന്നുള്ള ചിന്തയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ ഉറപ്പാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടേ ലാഭമുള്ളൂ എന്നുള്ളത് ചിന്തിക്കാനായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കില്ല. നമുക്ക് ലാഭം കിട്ടാമെന്ന് പറയുമ്പോൾ നമ്മൾ ചാടി അതിനകത്തേക്ക് വീഴും. അതാണല്ലോ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത്. ഈ ലോട്ടറി ടിക്കറ്റ് പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി ലോട്ടറി ടിക്കറ്റ് എടുക്കണേ എത്രയോ എമൗണ്ട് ലോട്ടറിയിൽ മുടക്കി കുത്തുപാള എടുത്തിരിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും പെട്ടെന്ന് പൈസക്കാരനാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പണത്തിന് 100% സുരക്ഷിതമായ ഒരു സ്ഥാപനവും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ പാരമ്പര്യം കൂടി നമ്മൾ വിലയിരുത്തിയിട്ട്, നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ ഇടപാടുകൾ നടത്താനൊക്കെ പോകുമ്പോൾ വ്യക്തികളായി കഴിഞ്ഞാൽ സ്ഥാപനങ്ങളൊക്കെ ആയാലും നമ്മൾ നോക്കുമ്പോൾ അവരുടെ കുറച്ച് പ്രവർത്തന പരിചയം അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം കൂടി നോക്കുമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം നമുക്ക് വിലയിരുത്തിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ നോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വിശ്വസ്തതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചിലർ ഞങ്ങൾ 100 വർഷം പഴക്കമുള്ള സ്ഥാപനം എന്നൊക്കെ പറയുന്നത് പരസ്യം കൊടുക്കുന്ന കാരണം അവർ ആ പാരമ്പര്യത്തിൻ്റെ മഹത്വം പറയുന്നത് അവരുടെ വിശ്വാസതയെ പറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമ്മൾ കുറച്ചൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ പാരമ്പര്യവും അതിൻ്റെ കെട്ടുറപ്പും അതിൻ്റെ നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്ന ഗ്യാരണ്ടി ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ലാഭം കൂടുതൽ കിട്ടും എന്ന് കരുതി ഓടിപ്പോയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ സ്ഥാപനത്തിന് മുമ്പിൽ പോയിരുന്ന് സത്യാഗ്രഹം ഇരിക്കുക, അല്ലെങ്കിൽ ജാഥ നടത്തുക, വലിയ മൈതാന പ്രസംഗം നടത്തുക, ഇതൊന്നും ഒരു കാര്യമില്ല. മുതൽ കൊണ്ടത് പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ നിക്ഷേപിച്ച പണത്തിൻ്റെ ഗ്യാരണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഈ അവിടെ പോയി നമ്മൾ സത്യാഗ്രഹവും ജാഥയൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാനായിട്ടുള്ള എന്തെങ്കിലും നിയമവശങ്ങളോ സാധ്യതകളോ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പം പണം കൊണ്ടുപോയ ആ നിക്ഷേപിച്ച സ്ഥാപനക്കാർ മുങ്ങി അതിൻ്റെ ഉടമകളെ എല്ലാവരും പോയി. പിന്നെ ആരുടെ പറയണേ? അതിൻ്റെ അവിടെ മുമ്പിലിരുന്ന് സത്യാഗ്രഹം എടുത്തു അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യമുള്ളത്? മുദ്രാവാക്യം വിളിക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് നമ്മുടെ പ്രയാസവും കാര്യങ്ങളൊക്കെ മാറുമെന്നല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് നമ്മൾ ഈ പൊളിഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. കേരളത്തിലെ എത്രയോ സ്ഥാപനങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞ് അവർ പണമായിട്ട് മുങ്ങിയ അവർ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, ബാങ്കുകളായി കഴിഞ്ഞാലും പൊതുമേഖല ബാങ്കുകളായി കഴിഞ്ഞാലും നിക്ഷേപത്തിന് 5 ലക്ഷം വരെ ഗ്യാരണ്ടി ഉള്ളൂ. പിന്നെ നമ്മൾ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ നിക്ഷേപത്തിന് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളുടെ നിക്ഷേപത്തിനൊന്നും ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ അറിയാം. കാരണം ഈ പൊളിഞ്ഞ സ്ഥാപനങ്ങളൊന്നും ഗവൺമെൻറ് കൈമലർത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട പണം, നമ്മൾ സമ്പാദിച്ച പണം, നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ബുദ്ധിപരമായിട്ട് നമ്മൾ നിക്ഷേപിക്കുമ്പോഴാണ് അതിൻ്റെ ആസ്വാദ്യത നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്നുള്ള കുറേ മോഹന വാഗ്ദാനങ്ങളിലൊക്കെ ഒന്ന് വീഴാതെ നമ്മുടെ പണത്തിൻ്റെ സുരക്ഷിതം ആദ്യം തന്നെ നമ്മളെ മോഹിപ്പിക്കേണ്ടത് മുതൽ തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ്. രണ്ടാമത്തെയാണ് അതിൻ്റെ ലാഭത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പണം, വിലപ്പെട്ട പണം സുരക്ഷിതമായി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പറ്റിയൊരു സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അത് കഴിഞ്ഞ 69 വർഷമായിട്ട് വളരെയധികം കാര്യക്ഷമമായും ഒരു അഴിമതിയില്ലാതെ പോകുന്ന ഈ സ്ഥാപനം എന്തുകൊണ്ടും നിക്ഷേപകരെ സംബന്ധിച്ചും അതുപോലെ ഇതിനകത്തുള്ള പദ്ധതികളെ ചെയ്യുന്നതിനും സുരക്ഷിതമാണ്.
അപ്പം ഞാൻ തന്നെ 46 വർഷമായി ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു. എന്നെ സംബന്ധിച്ച് 100% സംതൃപ്തനാണ്. കാരണം ഈ 46 വർഷമായിട്ട് നമ്മൾ ഈ പോളിസി ചേരുന്ന പോളിസി ഉടമകൾക്ക് സമയാസമയത്തിന് പണം നമുക്ക് കൊടുക്കാൻ LIC കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഫീൽഡിൽ പിന്നെ ചെല്ലാൻ പറ്റുമോ? എല്ലാവരും ആരെയും ചേരുമോ? ഇന്നേ വരെ 46 വർഷത്തിനിടയിൽ ഒരാൾക്ക് പോളിസി വട്ടമെത്തിയിട്ട് പൈസ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് പൈസ ഇല്ല അടുത്ത മാസം വരാമെന്ന് പറയാനോ അങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കൃത്യമായി കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമ്പാദ്യം സുരക്ഷിതമായ ഈ കൈകളിൽ ഏൽപ്പിക്കുക. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 100% കൂടിയും ഉറപ്പും കൂടിയുള്ള ഒരു കൈയുടെ സംരക്ഷണമുണ്ട്, ഗവൺമെൻറ് കൈയുടെ സംരക്ഷണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യിൽ നിന്ന് പറയാൻ കാരണം നമ്മുടെ എംബ്ലം 2 കയ്യിൽ താങ്ങി നിർത്തിയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതമായി ഈ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുക. കൂടെ എൻ്റെ 46 വർഷത്തെ പ്രവർത്തന പരിചയവും അതുപോലെ തന്നെ ഡിജിറ്റലൈസ്ഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാര്യക്ഷമമായി പ്രവർത്തിക്കാനായിട്ടുള്ള സാങ്കേതിക വിജ്ഞാനവും അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു പോളിസി എഴുതണമെങ്കിൽ തത്സമയം നമുക്ക് ആനന്ദ വഴിയായിട്ട് LICയുടെ ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള ആപ്പാണ് ആനന്ദ വഴിയായിട്ട് തത്സമയം പോളിസി തരാൻ പറ്റും. അതുപോലെ തന്നെ LICയുടെ സൈറ്റ് വഴിയായിട്ട് കയറി നമുക്ക് ലോൺ എടുക്കാം. അങ്ങനെയുള്ള ധാരാളം സർവീസുകളൊക്കെ നമുക്കിപ്പോൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ചെയ്യാൻ പറ്റും. ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ ഏജൻറ്റുമാരും ചീഫ് അഡ്വൈസർമാരൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതെല്ലാം നമ്മളിവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. പോളിസി മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ശരിയാക്കൽ, ലോൺ എടുക്കാൻ ശരിയാക്കൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഈ കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ ചെയ്യാൻ പറ്റും. അത് കാരണം ഏറ്റവും ഗുണമുള്ളത് പോളിസി ഉടമകൾക്കാണ്. ഒരു കാര്യത്തിനും താമസമില്ല, ഒന്നുമില്ല. വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് പൈസ കിട്ടും. പോളിസി നമ്മുടെ കൊടുക്കേണ്ട ബാങ്ക് അക്കൗണ്ട് നമ്പർ പോളിസി മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് നമ്മുടെ ഒരു ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മെച്യൂരിറ്റി ഡേറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വീഴും. അത്രയും സുതാര്യവും എളുപ്പമാണ്. അപ്പം നമുക്ക് LIC ഓഫീസ് കയറി ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തിനും നമ്മൾ ഓഫീസ് കയറി ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. കൂടാതെ എന്ത് ആവശ്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സാങ്കേതികവിദ്യയും ഡിജിറ്റലൈസേഷൻ സംവിധാനങ്ങളും അതിൻ്റെ സാങ്കേതികവിദ്യ സ്വായത്തമാക്കി അനുഭവസമത്വ പരിചയമുള്ള എൻ്റെ സപ്പോർട്ട് ഏത് നേരവും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെടുക. PO ദേവസി, ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ ആൻഡ് ഏജൻറ്റ്, പ്രവർത്തന പരിചയം 46 വർഷം. എൻ്റെ മൊബൈൽ നമ്പർ 94 46 21 50 19. ഓക്കെ, താങ്ക് യു.